എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി റോസ് പംകിൻ ബെന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് ഈസ്റ്റ് ചേർക്കുക. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പംകിനാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ള കേട്ടോ. നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് വേണ്ട ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് മൈദയും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുക. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു മീഡിയം അളവിലുള്ള മധുരമാട്ടോ ഉള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നേരെ തയ്യാറാക്കി വെച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പംകിനില്ല, അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്നത് അതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമുക്കിതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കുറച്ച് കൗണ്ടർ ടോപ്പിലിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് ഒരു 5 പീസാക്കി മുറിച്ചെടുക്കാം. നമുക്കിതിൻ്റെ ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് നീളത്തിൽ പരത്തിയിട്ട് ഒരു 4 പീസസ് ആക്കി എടുക്കാം. എന്നിട്ട് ഓരോ ഉരുളകളാക്കി എടുത്ത ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഒഴിക്കില്ല അതേപോലെ പരത്തിയെടുക്കുക. വലിയ ലെങ്തി ആയിട്ട് പരത്തണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പം നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് വട്ടം വേണമെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ തന്നെ പരത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനും മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ട് കത്തി വെച്ചിട്ട് നമുക്ക് നടുവിൽ നിന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മുറിച്ച് നമുക്കിത് കറക്റ്റ് ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പ് കിട്ടുന്നുണ്ട്. നമുക്കിത് വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ബട്ടർ പേപ്പറിലാണ്. ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്ത് വെച്ചിട്ട് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കിട്ടില്ല, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ കുറച്ച് ഓയിൽ തൂക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുത്ത് തരാം കേട്ടോ. ഇതിപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിത്തട്ടകത്തിൽ നമുക്കിത് വേവിച്ച് വെക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഇതിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ് പംകിൻ ബൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തെങ്കിൽ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ.